മാത്രമുള്ളതാണ്, വേറെ ആർക്കും ഉള്ളതല്ല. 145, 980, 960, 181 എന്നുള്ളത് എൻ്റെ മാത്രം എൻറോൾമെന്റ് നമ്പറാണ്. എന്നത്തേക്കുമുള്ള എൻറോൾമെന്റ് നമ്പറാണ്. അപ്പൊ അങ്ങനെയുള്ള എൻറോൾമെന്റ് നമ്പർ, അപ്പൊ നമ്മൾ എൻറോൾ ചെയ്തു, അപ്പോൾ എൻറോൾമെന്റ് നമ്പർ കിട്ടി. അതാണ് അതിന്റെ പദാവലി. ഓക്കെ, അത് മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ അതിന് ശേഷം എന്തൊക്കെ കിട്ടി? നമ്മളിങ്ങനെ കൃത്യമായി നമ്മൾ വീണ്ടും രജിസ്റ്റർ, വീണ്ടും ഒന്നും കൂടി രജിസ്റ്റർ ചെയ്യണം. 10ാം ക്ലാസ്സിൽ നിന്ന് നേരെ നമ്മൾ കഴിഞ്ഞ് 11ാം ക്ലാസ്സിൽ പോയി ഇരിക്കുന്നില്ലല്ലോ. അവിടെ വീണ്ടും ഒരു രജിസ്ട്രേഷൻ നടക്കുകയാണ്, മറ്റൊരു രജിസ്ട്രേഷൻ നടക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ സെമസ്റ്റർക്കാരെങ്കിൽ അവർ 3ാമത്തെ മാസത്തിനുള്ളിൽ ചെയ്യണം, അഥവാ മാർച്ചില് ഏപ്രിലില് ചെയ്യണം. മറ്റൊരു സെപ്റ്റംബർ ഒക്ടോബറിൽ ചെയ്യണം. അപ്പൊ 3ാമത്തെ മാസത്തിൽ, പക്ഷെ 3ാമത്തെ മാസത്തിൽ അഡ്മിഷൻ പൂർത്തിയായോ? ഇല്ല. ഇനിയും കമ്മർ വരുന്നവരൊക്കെ വരട്ടെ, എല്ലാവരും വരും. അസൈൻമെന്റ് സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടോ? ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്, പക്ഷെ ലാസ്റ്റ് ഡേറ്റ് ഇല്ല. സെപ്റ്റംബറിനുള്ളിൽ വച്ചിരിക്കണം. ഇനി വയ്ക്കാൻ പറ്റിയില്ലേ, പോട്ടെ, നവംബറിലൊക്കെ വയ്ക്കൂ. നവംബറിൽ വച്ചില്ലേ, പോയി വയ്ക്കൂ. വേറെ എന്ത് പറയാ, പോയി വയ്ക്കൂ. ചിലർ പരിഗണിക്കും, ചിലർ പരിഗണിക്കില്ല. ഞാൻ പോസിറ്റീവേ പറയാറുള്ളൂ, ചെയ്യണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കൊണ്ട് നേരത്തെ വയ്ക്കൂ. നേരത്തെ ചെയ്താലുള്ള ഗുണം എന്താണ്? ഐ കംപ്ലീറ്റ്. ഇത് മറ്റേ നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ, അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ, അയ്യോ ഞാൻ ചെയ്തില്ല. രസകരമായിട്ട് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ, അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ, അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ. എൻ്റെ മനസ്സിലെ ജംസ് കടന്ന് ഇങ്ങനെ ആക്രമിക്കും. ഞാൻ അത് ചെയ്തില്ലല്ലോ, ഞാൻ ഇത് ചെയ്തില്ലല്ലോ. അത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? അത് എൻജോയ് ചെയ്യാനും പറ്റില്ല. അതേ നേരത്തെ ചെയ്ത് കംപ്ലീറ്റ് ആയാൽ കംപ്ലീറ്റഡ്, എൻ്റെ കഴിഞ്ഞു. എനിക്കിനി എന്തൊക്കെ ചെയ്യാം, എല്ലാം ചെയ്യാം. അത് ചെയ്യാം, ഇത് ചെയ്യാം, അത് ചെയ്യാം, വേണമെങ്കിൽ അതും ചെയ്യാം. അതാണ് ആൾട്ടർനേറ്റീവ് ചോയ്സസ്. അങ്ങനെയുള്ളവനെ എക്കണോമൈസിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ചെയ്യാനുള്ളത് നേരത്തെ ചെയ്തു വെക്കുക, പ്രശ്നം തീർന്നു. ഇത് പിന്നെ ചെയ്യാം എന്ന് പറയുന്നത് പിന്നെ ചെയ്യാം, മറിച്ച് ഇപ്പൊ ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്യാം. എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് ഒരാൾ അയച്ച, സാറേ പിന്നെ പറ്റില്ല, ഇപ്പൊ തന്നെ ചെയ്യുമെന്ന് ഞാൻ പറയും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അഡ്മിഷൻ സാറ് വൈകിക്കുന്നു. അതിന് കാരണമുണ്ട്. സീനിയോറിറ്റി അനുസരിച്ച് എല്ലാവർക്കും എനിക്ക് തുല്യ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്, എല്ലാവർക്കും തുല്യ പ്രാധാന്യം. അപ്പോൾ ഒരാൾ അതിൻ്റെ ഇടയിൽ തിരികെ കയറ്റുന്നത് അത് രാഷ്ട്രീയക്കാരാണ്, അവർക്ക് വേണ്ടി സ്വജനപക്ഷപാതം ചെയ്യുക. മുബാറക് മാഷിന്റെ കയ്യിൽ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഒരു ഡാറ്റ, എൻ്റെ ഒരു പട്ടികയിൽ, ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബുക്കിൽ എൻ്റെ അടുത്ത് വരുന്ന അഡ്മിഷൻ കുട്ടികൾക്ക് ഞാൻ ഒരു, കാരണം എനിക്ക് വലത്തെ തോളിലും മലക്കുകളുണ്ട്, ഇടത്തെ തോളിലും മലക്കുകളുണ്ട്, അവരെല്ലാവരും രേഖപ്പെടുത്തുന്നു എന്നുള്ള ഒരു ചെറിയ വിശ്വാസമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അതങ്ങനെ കൃത്യമായിട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? അതാണ് പറയുന്നത്. മുബാറക് മാസ്റ്ററുടെ അടുത്ത് വെറുതെ ഒരു വാട്സാപ്പിൽ സാർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മതി. വേണ്ട, ഹെൽപ്പ് ചെയ്തു തരാം. രജിസ്ട്രേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാത്തതിന്റെ 2 കാരണമുണ്ട്. ഒന്ന്, അതിലെ കോമ്പിനേഷനുകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം എടുക്കണം. ONR എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, കാണുമ്പോൾ അതെല്ലാം അതിന്റെ അകത്ത് വരും. സോഷ്യൽ സയൻസ് എടുത്ത കുട്ടിക്ക് ONR എടുക്കേണ്ട കാര്യമില്ല. ഭരതനാട്യം പഠിക്കുന്ന കുട്ടിക്ക് ഫ്രഞ്ച് പഠിക്കേണ്ട കാര്യമില്ല. എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ജപ്പാനീസ്, കൊറിയൻ ലാംഗ്വേജ് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ അറബിക്കുള്ള ആൾക്ക് വേണമെങ്കിൽ ഒരു കൊറിയൻ ലാംഗ്വേജ് പഠിക്കാം, അല്ലെങ്കിൽ ഉറുദു വേണമെങ്കിൽ പഠിക്കാം. ഒരു പേപ്പർ അറിയാതെ വന്നാലും കുഴപ്പമൊന്നുമില്ല. സോ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. mnotes ഇപ്പൊ നിങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടുവോ, ഒറ്റ വാക്ക്, സാർ രജിസ്ട്രേഷൻ. അപ്പൊ ഞാൻ ആ ഫോം അയക്കും. പോയിന്റ് നമ്പർ 3 പൂരിപ്പിച്ച് അയക്കുക. പൂരിപ്പിച്ചയച്ചാൽ ഞാനത് പരിശോധിക്കും, രജിസ്ട്രേഷൻ ചെയ്ത് അതങ്ങ് തരും. അത് ചെയ്യുന്ന ഉടനെ തന്നെ പോയിന്റ് നമ്പർ 3A പൂരിപ്പിക്കണം, അഥവാ എക്സാമിനേഷൻ ഫോം ചെയ്യണം. എക്സാമിനേഷൻ, യെസ്, അത് ഭംഗിയായി സാർ ചെയ്തു തന്നു, താങ്ക് യു. എനിക്ക് അത്തരത്തിലുള്ള വാക്കുകൾ മാത്രം കേട്ടാൽ മതി. ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ സന്ദർഭത്തിൽ ഞാൻ ഹൈലി ഡെമോക്രാറ്റിക് ആണ്. നിങ്ങൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും കീറി മുറിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ഫോക്കസിൽ നിന്നുകൊണ്ടായിരിക്കണം. വെറുതെ എന്തെങ്കിലും പറയരുത്, അടിസ്ഥാനരഹിതമായിട്ടൊന്നും പറയരുത്. അപ്പോൾ ഈ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന്, അസൈൻമെന്റ് സമർപ്പിക്കണം. മറ്റൊന്ന്, രജിസ്റ്റർ ചെയ്യണം. അപ്പുറം ഒന്ന്,
എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യണം. എഴുതിയെടുത്തോളൂ. ഇന്ന് തന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പറയുക, മുബാറക് മാഷ് ഞാൻ തരുന്ന ആ ഒരു 7 എണ്ണമുള്ള ഒരു നെടുനീളൻ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജ് എല്ലാവരും പിൻ ചെയ്ത് വെക്കൂ. ആ മെസ്സേജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ അകത്തുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഇയാൾ എന്തിനാ ഇങ്ങനെ വാരി വലിച്ച് ഒരേ സാധനം ഇങ്ങനെ ഇട്ട് തരുന്നത്? അത് ആവശ്യമുള്ളത് കൊണ്ടാണ്. 3A ഇപ്പോൾ തന്നെ പൂരിപ്പിച്ചാലുള്ള അർത്ഥം അഡ്മിഷൻ വരുന്നതിന് മുമ്പ്, എനിക്കറിയാം എപ്പോഴാണെന്ന്, എക്സാമിനേഷന് വേണ്ടി രജിസ്ട്രേഷൻ വരുന്ന ആ സമയത്തിന് മുമ്പ് ഞാൻ നിങ്ങളെ അറിയിക്കും. ഒറ്റ വാട്സപ്പ് മെസ്സേജേ ഉണ്ടായിരിക്കുകയുള്ളൂ. ബ്രോഡ്കാസ്റ്റ് ഒരു 70-80 ബ്രോഡ്കാസ്റ്റ് ഉണ്ട് ഒരു മൊബൈലില്. ഓക്കെ, ഒന്നില് 2 സിം, അതില് 2 ഇതുണ്ട്, ഇതില് വേറെ ഉണ്ട്, അതില് 2 സിം ഉണ്ട്, അതില് വേറെ ഉണ്ട്. അങ്ങനെ 4 നമ്പറിലുമായിട്ട് 70x80 ആയിട്ട് അങ്ങനെ കുറെ ഉണ്ട്. ആ കുറെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ഇങ്ങനെ കൃത്യമായിട്ട് ഓരോന്നിനും ഒരു ടൈം ഞാൻ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ കൃത്യമായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ സമയമായി ഫീസ് അടച്ചാൽ മതി. അപ്പൊ ഫീസ് അടച്ച് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ? ഒരു മുറിക്കകത്ത് കൊള്ളാവുന്ന വായുവിന് ഒരു ലിമിറ്റില്ലേ? ഈ ഒരു മുറി എന്ന് കരുതുക, ഒരു 15x15 മുറി. ആ 15x15 എന്ന് പറയുമ്പോൾ 225 സ്ക്വയർ ഫീറ്റിന്റെ അകത്ത് പരമാവധി വന്നാൽ ഒരു 300 പേർക്ക് നിൽക്കാൻ പറ്റുമോ? 225 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരാൾക്ക് 1 സ്ക്വയർ ഫീറ്റ്, 1 അടി 1 നീളം പോരാ. ഓക്കെ, അങ്ങനെ എല്ലാം കൂടി ഞെക്കി ഞെരിഞ്ഞിട്ടൊന്നല്ല. നമ്മൾ പരമാവധി അതിന്റെ അകത്തേക്ക് ഒരു 50 പേരെയോ 100 പേരെയോ ഉൾക്കൊള്ളിക്കാൻ പറ്റും. 2000 പേര് ക്യൂ നിന്നാലോ 500 പേരെ ഈ മുറിയിൽ നിർത്തിയിട്ട് തന്നെ വെക്കുക. ബാക്കി 1500 പേരും പുറത്തല്ലേ, സീറ്റ് കിട്ടൂല. അപ്പൊ ഒരേ സമയത്താണ് ഈ സീറ്റ് കിട്ടൂല. അപ്പൊ PSMOയിൽ സീറ്റ് കിട്ടിയില്ല, കേരളവർമ്മയിൽ സീറ്റ് കിട്ടില്ല, കണ്ണൂരിൽ സീറ്റ് കിട്ടിയില്ല, JDTയിൽ സീറ്റ് കിട്ടില്ല, അങ്ങനെ സീറ്റ് കിട്ടിയില്ല. അപ്പൊ നമ്മൾ നേരെ സീറ്റില്ലാത്ത പത്തനംതിട്ടയിൽ പോയി പരീക്ഷ എഴുതേണ്ടി വരും. കേരളം കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് പരീക്ഷ എഴുതേണ്ടി വരും, കർണാടകയിൽ പോയിട്ട് പരീക്ഷ എഴുതേണ്ടി വരും. അല്ലെങ്കിൽ ശരി, എന്തായാലും നമ്മളിപ്പോ ചെയ്തില്ലല്ലോ, പിന്നെ ചെയ്യാം. അതാണ് നേരത്തെ പറഞ്ഞ പ്രൊക്രാസ്റ്റിനേഷൻ. അത് മുബാറക് മാഷ് ഇപ്പൊ തന്ന ഫോമിലെ 3A നേരത്തെ പൂരിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിലോ ആ ടൈമിൽ ഞാൻ ഒരു മെസ്സേജ് അങ്ങോട്ട് ഇടും. അപ്പൊ ആ കാശ് അങ്ങോട്ട് വെച്ചാൽ അത് രജിസ്ട്രേഷൻ ആയി. പക്ഷെ മുബാറക് മാഷിന്റെ തലയിൽ ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്. വെറുതെ എന്നോട് സാർ രജിസ്ട്രേഷൻ എന്തായി ഒന്ന് ചോദിക്കണം. സാർ രജിസ്ട്രേഷൻ എന്തായി? സാർ 1000 എണ്ണത്തിൽ ഒരു കുട്ടിയുടേത് എനിക്കൊരു അബദ്ധം പറ്റിയാൽ 1000 കുട്ടികളെ എനിക്ക് ആപ്ലിക്കേഷൻസ് തരുന്നു, അതിന് ഒരു കുട്ടിയുടേത് എല്ലാം ഈ വാട്സപ്പിൽ നോക്കണ്ടേ? കാശും അയച്ചു തന്നു, സ്ക്രീൻഷോട്ടും ഇട്ട് തന്നു. ഒരു കുട്ടിയുടെ കിട്ടിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ആ കുട്ടിയുടേത് അത് ലാസ്റ്റ് സെമ്മാണ് എങ്കിൽ ആ കുട്ടി എത്ര കഷ്ടപ്പെടും? ആ കുട്ടിക്ക് ഇനി എന്തൊക്കെ ചെയ്യേണ്ടി വരും? അപ്പൊ നിങ്ങൾ ഇടക്ക് ഒരു ടൈം പീരിയഡ് തരിക. ഞാനൊരു സമയം പറയുന്ന ആ ടൈമിന് നമ്മളത് കൃത്യം. BSc സുവോളജിക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാകുമോ? അത് ഞാൻ 1 by 1 ആയിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടല്ലേ ഉള്ളൂ. എൻ്റെ ഒരു ശ്രേണിയുണ്ട്. പരീക്ഷയ്ക്ക് നമ്മൾ അപേക്ഷിക്കുന്നതിന് നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ തരിക. ആ ടൈം വരുമ്പോൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക. പരീക്ഷയിൽ സ്വാഭാവികമായിട്ട് സീറ്റ് നേരത്തെ വാങ്ങുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ പരീക്ഷയ്ക്ക് നിങ്ങളെ സഹായിക്കുന്ന അമൂല്യമായ 2, നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇത് പിന്നീട് വരും. എൻ്റെ വാക്കുകൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യുക. ഞാൻ തരുന്ന മെസ്സേജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ നല്ലത് ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, മുബാറക് മാഷിന് വേണ്ടി അല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 2 കാര്യം. ഒന്ന്, ഇഗ്നോയിൽ നല്ല മാർക്കിൽ പാസ്സാകണം. ഇഗ്നോയിൽ 60% മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് കലയാണ്. മാർക്കുകൾ കുറയ്ക്കുന്നു എന്ന് നാട് മുഴുവനും പരാതിയുണ്ട്. അത് കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ്. അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർ തന്നെ അറിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞ ഇതേ മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകാം. ഇഗ്നോയിലെ ഇംപ്രൂവ്മെന്റ് ഇല്ല, എഴുതിയെടുത്തോളൂ. നോ ഇംപ്രൂവ്മെന്റ്. പക്ഷേ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, അതും എഴുതിയെടുത്തോളൂ. എന്നാൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എന്താണ് ഇംപ്രൂവ്മെന്റ്? ഇപ്പൊ പരീക്ഷയ്ക്ക് 71 മാർക്ക് കിട്ടി.
1 മാർക്ക് കിട്ടി പോരാ, എനിക്ക് 80 മാർക്ക് കിട്ടും എന്നുള്ള ആൾ വേണമെങ്കിൽ സാധാരണ നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ സേ ചെയ്ത എക്സാമിനേഷനിലോ ഇംപ്രൂവ്മെന്റ് നമ്മൾ ചെയ്യാം. പക്ഷെ ഇഗ്നോയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മാർക്ക് കുറഞ്ഞു അതുകൊണ്ട് കൂട്ടുക എന്നുള്ളത് അതൊരു കണ്ടീഷൻ ഉണ്ട്. സെക്കൻഡ് ക്ലാസ് കിട്ടാൻ വേണ്ടി അസൈൻമെന്റ് സമർപ്പിക്കുമ്പോൾ ചെയ്യേണ്ട 3ാമത്തെ കാര്യം പറഞ്ഞില്ല. പറയാം. അസൈൻമെന്റ് സമർപ്പിക്കുക, അതാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ കാര്യമാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. 1 അസൈൻമെന്റ്, 2 റീ രജിസ്ട്രേഷൻ, 3 പരീക്ഷ. ഈ 3ഉം ആ മാസമാണ് നടക്കുക. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇത് നേരത്തെ തന്നെ നമ്മൾ ചെയ്തിരിക്കണം. സീറ്റ് അതിന്റെ അകത്തേക്ക് വാങ്ങിച്ചിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംപ്രൂവ്മെന്റ് പരീക്ഷ എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് 40 മാർക്ക് കിട്ടിയാലല്ലേ PGക്ക് ജയിക്കൂ, 35 മാർക്ക് കിട്ടിയാലല്ലേ ഡിഗ്രിക്ക് ജയിക്കൂ. അപ്പൊ 34 കിട്ടിയാലിനെ ഇംപ്രൂവ്മെന്റ് നല്ല ഇഗ്നോ പറയുക. നിങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും തോറ്റോളൂ, ജയിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരൂ. സാധാരണ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പാസ് ഫെയിൽ അല്ലെങ്കിൽ ഗ്രേഡ് ഒക്കെ ഇട്ടിട്ട് F എന്ന് പറഞ്ഞാൽ താഴെ ഫെയിലാണ് എന്ന് രഹസ്യമായിട്ട് പറഞ്ഞിട്ട് F എന്ന് എഴുതുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ തരും. കുട്ടിക്ക് ഒരു വികാരം വ്രണപ്പെടരുത് എന്നുള്ള അർത്ഥത്തിൽ. അതൊക്കെ തട്ടിപ്പ് മറ്റൊരു രൂപമാണ്, ഒന്നിന്റെ വേറെ ഒരു രൂപം. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് F എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, താഴെ F എന്ന് പറഞ്ഞാൽ ഫെയിലാണ്. ആ ഫെയിൽ അവിടെ എഴുതി വെച്ച ഇത്ര 2 നോട്ടമില്ല. അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷെ ഇഗ്നോ ഒരിക്കലും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരികയേ ഇല്ല. നിങ്ങൾ എല്ലാറ്റിലും ജയിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ 39 മാർക്കാണ്, തോറ്റു. അപ്പൊ ഇംപ്രൂവ് ചെയ്യേണ്ട. 42 മാർക്കാണ്, ഒരു രക്ഷയില്ല, നോ ഇംപ്രൂവ്മെന്റ്, 42 തന്നെ. എന്നാൽ 49 മാർക്ക് ശരി, തട്ടിമുട്ടി പാസ്സാകട്ടെ, 500 രൂപ അഡീഷണൽ ഫീ, സാധാരണ 200 രൂപ, 500 രൂപ അഡീഷണൽ ഫീസ് വാങ്ങിച്ചിട്ട് 49 മാർക്ക് ഉള്ളവന് ഇംപ്രൂവ്മെന്റ് ചെയ്യാം. അപ്പോൾ അയാൾക്ക് 50ലേക്ക് പോകാനുള്ള സെക്കൻഡ് ക്ലാസ്സിലേക്ക് 1 മാർക്ക് കുറവുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ്. 2 മാർക്ക് 48, നോ ചാൻസ്. 55% PGയെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകത? നെറ്റ് എഴുതാൻ PhDക്ക് പോകാൻ. അപ്പൊ 54 മാർക്കേ ഉള്ളൂ, ഇംപ്രൂവ്മെന്റ് ചെയ്തോളൂ. 59 മാർക്കുണ്ട്, ഓക്കെ, ഫസ്റ്റ് ക്ലാസ് 60 മാർക്കിന് വേണ്ടി ഇംപ്രൂവ്മെന്റ് ചെയ്തോളൂ. 75 മാർക്ക് 74 മാർക്ക് അതിനില്ല, ഈ ഫസ്റ്റ് ക്ലാസ്സിന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്ലാസ്സിന്റെ മേലെ കിട്ടിയാൽ എത്രയും. പക്ഷെ ഇനി മുതൽ അത് വരും. കാരണം എന്താണെന്നറിയാമോ? നമ്മളിലെ കുറെ മിടുക്കന്മാർ, ഇതിന്റെ അകത്ത് 1-2 കുട്ടികൾ ഡിഗ്രിയില്, അത് ചിലപ്പോൾ നിങ്ങളുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ ഈ ഉടായ്പിന്റെ പേരിൽ കുറെ പുതിയ ആളുകൾ അഡ്മിഷൻ ഇഗ്നോ ഞങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വൈസ് എന്നും അല്ലെങ്കിൽ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്, അണ്ടർ എഡ്യൂക്കേറ്റഡ്. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്നറിയും. മുബാറക്ക് മാഷടുത്ത് വന്നിട്ട് ചോർത്തിയെടുക്കുന്നതാണ് ഇവരുടെയൊക്കെ പ്രധാന ഹോബി. എന്നിട്ടും ഞങ്ങൾ മുബാറക്ക് മാഷിന്റെ തന്നെയാണെന്ന് പറയാറുമുണ്ട് എന്നാണ് എനിക്ക് പുതിയതായി കിട്ടിയ റിപ്പോർട്ട്. ഓക്കെ, അപ്പൊ സംഭവം വളരെ കൃത്യമാണ്. അവർ അറിയാതെ കുറെ സംഗതികൾ, ഫസ്റ്റ് ഇയറിൽ 1 സബ്ജക്ട് ഫെയിൽഡ് ആയാൽ സെക്കൻഡ് ഇയറിൽ എഴുതാം. ഫെയിൽ ആയാൽ നിങ്ങൾ ജയിക്കുന്നത് വരെ എഴുതാം. ആ കോഴ്സ് പീരീഡ് കഴിയുന്നത് വരെ. 3 കൊല്ലത്തെ കോഴ്സ് 6 കൊല്ലം വരെ. 6 കൊല്ലം 1 ദിവസം കിട്ടില്ല, വീണ്ടും രജിസ്റ്റർ ചെയ്യണം. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതുവരെ ഉള്ളതെല്ലാം സ്വാഹ, എല്ലാം പോകും. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആ സമയം 3 കൊല്ലത്തിന് 6 കൊല്ലം വരെ സമയം തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കളിപ്പിച്ച പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ ശിക്ഷയാണ് സത്യത്തിൽ തരേണ്ടിയിരുന്നത്. നിങ്ങളത് ചെയ്യണമല്ലോ. ഓക്കെ, പക്ഷെ വേറെ എന്തെങ്കിലും അർത്ഥത്തിലാണ് എങ്കിൽ ഇപ്പോൾ ഒരു PWD സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ്, അങ്ങനെയുള്ളവർക്ക് ഈ പീരിയഡ് കഴിഞ്ഞു ഒരു ചെറിയ ഒരു മേഴ്സി ഒരു റിക്വസ്റ്റ് റീജിയണൽ ഡയറക്ടറേറ്റ് കൊടുത്താൽ അവര് നിങ്ങൾക്ക് ഒരു പ്രത്യേക അഡ്മിഷൻ ആക്കി തന്ന് ഫീസ് ഒന്നും വാങ്ങാതെ, പരീക്ഷയ്ക്ക് ഫീസ് വാങ്ങാതെ നിങ്ങളെ ചേർത്താനുള്ള നോംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ PWD അല്ലാത്ത നോർമൽ ആയിട്ടുള്ള നമുക്കൊന്നും ആ ആനുകൂല്യം ലഭ്യമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇഗ്നോ വളരെ വലിയ അനുഗ്രഹമാണ്. നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യുന്നു, ഇംപ്രൂവ്മെന്റ് ഇല്ല, ഇംപ്രൂവ്മെന്റിന് വേണം. അവിടെ നമ്മെ മാർക്ക് കൃത്യമായി തുടക്കത്തിലേ മാർക്ക് കിട്ടാൻ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് നിങ്ങൾ വാങ്ങുക തന്നെ ചെയ്യണം. Learners are different kinds. Gifted, average,
ബിലോ ആവറേജ്. അപ്പൊ സ്ലോ ലേണേഴ്സ് ഉണ്ട്, അവരെ ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യാനാണ് 2 ടൂൾ. ഒന്ന് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് തരുന്നത്, അതുപോലെ തന്നെ മറ്റൊന്ന് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ മലയാളത്തിലുള്ള ക്ലാസുകൾ. പരിചയസമ്പന്നരായ അധ്യാപകർ. ഇതിൽ എഡ്ജിൽ ജോയിൻ ചെയ്തിട്ടുള്ളവര് യെസ് ഒന്ന് തരൂ. എഡ്ജിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ട് എങ്കിൽ യെസ് തരൂ. ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഞാൻ തരുന്ന മെസ്സേജിലെ ആദ്യത്തെ മെസ്സേജിലെ ഗാംഗുലി വന്ന് ഉത്തരം പറയുന്നത് യെസ് യെസ്. അബി സേവിയർ, അതിന്റെ ക്ലാസ്സുകളെ പറ്റി ഒരു അഭിപ്രായം പറയൂ. ഫീസിനെ പറ്റി ഒരു അഭിപ്രായം പറയൂ. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിൽ സ്റ്റാൻഡേർഡ് ക്ലാസ് എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് അബി ശരിവെക്കുന്നുണ്ടോ? ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. അങ്ങനെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസ് 3 അക്കം ഫീസ്, 4 അക്കമല്ല. 3 അക്കം 999 താഴെയല്ലേ സുഹൃത്തുക്കളെ? അല്ലെ? ഞാൻ ചോദിച്ചു സർ BSc ആന്ത്രപ്പോളജിക്ക് ഇല്ല, പക്ഷെ അതിലെ കോമൺ പേപ്പറിനുണ്ട്. 181 182 പേപ്പറിനുണ്ടാവും, അതിനുണ്ടാവും. അപ്പൊ 4 അക്കം ഇല്ല സുഹൃത്തുക്കളെ, വെറും 3 അക്കമേ ഉള്ളൂ. 3 അക്കത്തിൽ തന്നെ പരമാവധി വന്നാൽ എത്ര? 999 അല്ലേ? അതിനേക്കാൾ കുറവാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വളരെ അതേപോലെ തന്നെ നല്ല ഒരു സംഗതിയാണ് നമ്മുടെ ലേബർ ഇന്ത്യ മോഡലിലുള്ള ബുക്ക്. അതിൽ 12 ഗുണങ്ങളുണ്ട്. എല്ലാറ്റിനെയും കാച്ചിക്കുറുക്കി പ്രാക്ടീസ് ചെയ്യാനുള്ള, നല്ല പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ഒക്കെ നടത്തുന്നത്. ഇത് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ കൂടുതൽ പഠിച്ചാൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാൻ അഡീഷണൽ റെഫറൻസ് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ റെഫറൻസ് മെറ്റീരിയൽ വെക്കുമ്പോൾ അത് അഡീഷണൽ റെഫറൻസ് ആണ്. ഇഗ്നോയുടെ ബുക്ക് ഈസ് ദ ടോപ്പ്. ആ ടോപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിനെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാനെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡ് നമുക്ക് ഗുണപ്രദമാണ്. സർ റെഫറൻസ് മെറ്റീരിയൽ ഓക്കെ യെസ് ശൈലേഷ്, ഓക്കെ താങ്ക് യു. ഓക്കെ, വളരെ നല്ല റെഫറൻസ് മെറ്റീരിയലാണ്. കുറഞ്ഞ റേറ്റില് ചിലപ്പോൾ ചിലത് കിട്ടാത്ത സന്ദർഭങ്ങൾ ഉള്ളപ്പോൾ ഞാൻ ചിലപ്പോൾ ടൈം എടുക്കും. എന്നിരുന്നാലും എൻ്റെ കയ്യിലെ ഡാറ്റ വളരെ പെർഫെക്റ്റ് ആണ്. എൻ്റെ കയ്യിൽ വന്നാൽ ആ ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടത് അയച്ച് കൃത്യമായിട്ട് തന്നിരിക്കും. നാമമാത്രമായ ഫീ ആണ്. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പൊ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, കുറേ വസ്തുതകൾ പറഞ്ഞല്ലോ. ഇനി എനിക്ക് വെള്ളം കുടിക്കാൻ ഒരു അവസരം തരൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയത് നിങ്ങൾ തന്നെ ഒരാൾ ഒന്ന് ഡിസ്കസ് ചെയ്യൂ. ഇവിടെ കൃത്യമായിട്ട് ഒന്ന് വന്നിട്ട് വോയിസിൽ മുബാറക് മാഷ് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഒന്ന് സംസാരിക്കൂ. ഒരാൾ വളരെ ഭംഗിയായിട്ട് ഒരാൾ സംസാരിക്കൂ, ഇന്നതൊക്കെ ചെയ്തു എന്നുള്ളത്. യെസ്, ഞാൻ ഇക്കൂട്ടത്തിൽ ഒരാളുടെ അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. യെസ്, നമ്മളുടെ ദീപിക മിസ് ഒരു 10 മിനിറ്റ് കുട്ടികൾക്ക് എങ്ങനെ പഠിച്ചാൽ നമ്മുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ഗുണം ഒന്ന് മനസ്സിലാക്കി കൊടുക്കും. ഐ കോർഡിലി ഇൻവൈറ്റിംഗ് യു. യെസ് മിസ് ദീപിക ഇവിടെ ഉണ്ടോ? അതോ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയോ? ഓക്കെ, ആരെങ്കിലും ഒരാൾ ഇതുവരെ ചെയ്തതിനൊന്ന് ക്രോഡീകരിക്കൂ. ഇതുവരെ നടത്തിയതിനെ ക്രോഡീകരിക്കൂ. ഒരു MSc CFT സ്റ്റുഡന്റ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഡോക്ടർമാരൊക്കെ ഉണ്ട് കേട്ടോ. മിസ് മുനീറ, ഡോക്ടർമാരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എല്ലാവരും കാണുമ്പോൾ കുറച്ച് പേരാണെങ്കിലും എല്ലാവരും ഉണ്ട്. ഫെയിൽ എഴുതുന്നതും സെക്കൻഡ് ഇയർ എക്സാമും സെയിം ഡേ വരുമോ? ഫെയിൽ ആയത് എഴുതുന്നത് എന്നുള്ള ഒരു പ്രക്രിയ ഇല്ല. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഇയറിന്റെ ഇവിടെ 16 പേപ്പർ അറ്റ് എ ടൈം നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇഫ് ദർ ആർ എനി ടൈപ്പ് ഓഫ് ക്ലാഷ് വി ഷുഡ് അവോയ്ഡ് എനി വൺ. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് എക്സാമിന് അപ്ലിക്കേഷൻ തരുമ്പോൾ മുബാറക് മാഷ് പറഞ്ഞു തരും. അതിനു മുമ്പേ തന്നെ ഏറ്റവും വലിയ രസം പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് പരീക്ഷ എപ്പോഴും നിന്നാണ് പറയുക? ജൂണിലല്ലേ? ജൂണിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ടൈം ടേബിൾ ഇഗ്നോ ഇപ്പൊ തന്നെ തന്നു കഴിഞ്ഞു.
ഫെബ്രുവരി 15 വരെ, ഫെബ്രുവരി 15 വരെ, 15-ാം തീയതി വരെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാഷുകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കൂ എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നു. അത് ഞാൻ 3 പ്രാവശ്യം ആ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. പരീക്ഷയ്ക്ക് ഇപ്പൊ തന്നെ എൻ്റെ അടുത്ത് കുറേ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഞാൻ സൈറ്റ് ഓപ്പൺ ആയാലേ ഞാൻ രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. എൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്നവരെ കണ്ണിൽ എണ്ണയൊഴിച്ച് ഞാൻ കാത്തിരിക്കും. കണ്ണിൽ എണ്ണയൊഴിച്ച് എന്ന് പറഞ്ഞാൽ പോരാ, കണ്ണിൽ ഈർക്കില് കുത്തിവെച്ച് ഇമജിമ്മാതെ ഞാൻ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കും. അല്ലെങ്കിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ അവരുടെ ഭാവി ജീവിതം വളരെ വിഷമകരമായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അത് പൊതുവെ വളരെ ശ്രദ്ധയാണ് അക്കാര്യത്തിൽ. അതിലൊക്കെ ഡാറ്റ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ അങ്ങനെ വയ്ക്കാറുള്ളത്. ഒരാളുടെ ഭാവിയാണ് അതിലെന്തെങ്കിലും, എന്നിട്ടും ചിലപ്പോൾ കൈപ്പിഴകൾ സംഭവിക്കാം കേട്ടോ, അങ്ങനെയൊക്കെ സംഭവിക്കാം. സോ ഇനി എന്താണ് അറിയേണ്ടത്? നിങ്ങളുടെ ചോദ്യങ്ങൾ വരട്ടെ, എഴുതിക്കോളൂ. സാർ BA ഹോണേഴ്സ് ഹിന്ദിയാണ്. നിന്റെ ക്ലാസ്സും നോട്ട്സും ഒക്കെ കിട്ടാൻ എന്തൊരു വഴി? യെസ്, ക്ലാസ് ഇഗ്നോയിലെ തരുന്ന ക്ലാസ്സുകൾ കുറവാണ്. കാരണം BA ഹിന്ദി മീഡിയത്തിലെ ഹിന്ദി പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. അവിടെ ഏറ്റവും നല്ലത് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡാണ്. സെമീന എനിക്ക് ആ ബുക്കിന് ഓർഡർ എനിക്ക് അയച്ചു തന്നപ്പോ സാറേ കോഡ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആളല്ലേ? ആണോ? കോഡ് ഏതാ? കോഡ് എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞ കുട്ടിയാണോ? എനിക്ക് ഓർമ്മയില്ല. RC കോഡാണോ? അല്ല, ഈ ഓരോ കോഴ്സിന്റെയും കോഡ്, ഏതൊക്കെ പേപ്പറാണ് ഞാൻ പഠിക്കുന്നത് എന്ന് എനിക്ക് അറിയുന്നില്ല സാർ, സാർ അത് അയച്ചു തരണം എന്ന് പറഞ്ഞ് തൽക്കാലം അങ്ങനെ നിർത്തി. അപ്പൊ അങ്ങനെ ഒരാൾ ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഷെമീന ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ സാർ റെഫറൻസ് മെറ്റീരിയൽ ഒരു മെസ്സേജ് മാത്രം തരിക. എല്ലാറ്റിനെയും ഹിന്ദിമേ പൂര നമുക്ക് അതിന്റെ എല്ലാ പുസ്തകവും ഉണ്ട് കേട്ടോ. അത് ഞാൻ അയച്ചു തരാം. കുറഞ്ഞ റേറ്റ് അതിനുള്ളൂ. അപ്പൊ അതിൽ ഇംഗ്ലീഷിൽ അതായത് ഹിന്ദിയിലെ ക്ലാസ് നമുക്ക് മലയാളത്തില് വിവരിച്ചിട്ട് അങ്ങനെ കിട്ടുമോ? അങ്ങനെ കിട്ടരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വാങ്ങരുത്. നമ്മുടെ നാട്ടിൽ കുറെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഡോറിന്റെ അടുത്ത്, എങ്ങനെ, not in front of the door or near door, you can say, can I come sir? No, they are speaking, they are saying likely, ഇങ്ങനെയാണ് അവർ പറയുന്നത്. എങ്ങനെ? ഡോറിന്റെ അടുത്ത് പോയിട്ട് മേ ഐ കം ഇൻ സർ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ മേ ഇൻ കം ഇൻ സർ എന്ന് ആസ്കണം എന്ന് വേണമെങ്കിൽ പറയും. അതാണ് നമ്മുടെ നാട്ടിലെ സ്പോക്കൺ ഇംഗ്ലീഷ്. ഡോറിന്റെ അടുത്ത് പോയിട്ട്, അപ്പൊ കുട്ടിയുടെ അടുത്തേക്ക് കിട്ടുന്നതെല്ലാം ഒന്നും അറിയാത്ത ഒരു 2 വയസ്സ് 3 വയസ്സ് അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു ഇംഗ്ലീഷ് അറിയാത്ത ഒരു കുട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഡോറിന്റെ അടുത്ത് പോയിട്ട്, ഡോർ പിന്നെ അടുത്ത് പോയിട്ട് ഏത് ഭാഷ? ഉഗാണ്ടയിലെ ഭാഷ. എന്നിട്ട് മേ ഐ കമിൻ എന്ന് ചോദിക്കുക. അപ്പൊ ടീച്ചർക്കും ഇംഗ്ലീഷ് അറിയില്ല, കേൾക്കുന്ന ആൾക്കും ഇംഗ്ലീഷ് അറിയില്ല. ബട്ട് വി വാണ്ട് ടു സേ in front of the door or aside the door, you can ask, stand aside the door and you can ask, can I come sir, may I come sir, then we can. Okay, അങ്ങനെ പറഞ്ഞു ഒരു അറ്റം മുതൽ ഒരു അറ്റം വരെ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം. പക്ഷെ ഇവിടെ മലയാളത്തിൽ പഠിച്ചിട്ട് എന്റെ മോള് ഹിന്ദിയിലേക്ക് അങ്ങനെ പോകണ്ട. ഹിന്ദിമേ പൂരാക്കേലിയേ ഒക്കെ പൂർണ്ണമായിട്ട് ഹിന്ദിയിൽ തന്നെ പഠിക്കുക. അത് വളരെ എളുപ്പമാണ്. അങ്ങനെ ഉള്ളത് അറിയില്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുക. ലാപ്ടോപ്പില് ബുക്സ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇനി വീഡിയോ ക്ലാസ് ഇപ്പൊ പറയുന്നത് ബുക്കുകൾ വളരെ വൈകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 5 മാസം 4 മാസം അല്ല, ബുക്ക് കിട്ടിയിട്ടുണ്ട്. ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഫൈൻ ഫൈൻ, ഭാഗ്യവതി. 8 ബുക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ഒന്ന് ഷോർട്ടാക്കി പഠിക്കാൻ ഗൈഡ് വാങ്ങിക്കൂ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സ്കൂളിലെ ടീച്ചർമാര് വന്ന് തരുന്നതും സ്കൂളിലുള്ള ബുക്കും തമ്മിലുള്ള ആ രണ്ടും, പിന്നെ നമ്മൾ ലേബർ ഇന്ത്യ വാങ്ങുമ്പോ ഉള്ള ഒരു ഗുണമില്ലേ, അതേപോലെയാണ് ഞാൻ ഈ പറയുന്ന റെഫറൻസ് മെറ്റീരിയൽ. അതുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പേപ്പറും ഉണ്ടാവില്ലേ? അതിന് 12 പ്രത്യേകതകളുണ്ട്. ഏറ്റവും സുപ്രധാനമായത് അതിൽ ബോക്സിലാക്കി തരും.
മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ അതിന്റെ ഉത്തരം കാണിക്കും. പരീക്ഷയ്ക്ക് ഓരോ നമ്മുടെ പുസ്തകത്തിലെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് ഓരോ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ തരും. ഈസി കാൽക്കുലേഷൻസ് മെത്തേഡ് പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷനിൽ അങ്ങനെ ചിത്രീകരിച്ച് കാണിച്ചു തരും. മുൻ വർഷത്തെ ചോദ്യ പേപ്പർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ വ്യാജന്മാർ നിങ്ങളുടെ അടുത്തേക്ക് പല നമ്പറിൽ വരും കേട്ടോ. ഞങ്ങൾ റെഡി ടു റെക്കൺ അസൈൻമെന്റ് തരാം അങ്ങനെ പറഞ്ഞിട്ട് വരും. അതൊക്കെ സൂക്ഷിക്കണം. അവര് അസൈൻമെന്റ് എഴുതി തന്നാൽ നിങ്ങൾക്ക് എവിടെ അറിവ്? നിങ്ങൾ മണ്ണുണ്ണി എന്നല്ലേ പറയുക, മണ്ട ശിരോമണികൾ എന്നല്ലേ പറയുക. മാർക്കും അപ്പൊ അയാൾക്ക് തന്നെയല്ലേ കൊടുക്കേണ്ടത്. കാശും അയാൾക്ക് കൊടുക്കും, മാർക്കും അയാൾക്ക് കൊടുക്കും, സർട്ടിഫിക്കറ്റും അയാൾക്ക് കൊടുക്കും. നിങ്ങൾ എന്തിനാ മറ്റുള്ളവൻ കഴിച്ചതിന്റെ ബാക്കി ഉച്ചിഷ്ടം കഴിക്കാൻ നിൽക്കുന്നത്? ഒരാൾ കഴിച്ചതില്ല, അല്ലെങ്കിൽ ഒരാൾ പ്രിപ്പയർ ചെയ്ത് കൈയൊക്കെ ഇട്ട് റെഡിയാക്കിയതിന്റെ നിങ്ങൾ എന്തിനാ കഴിക്കാൻ നിൽക്കണേ? അത് വൃത്തികെട്ട സംഭവമല്ലേ. അതിന് വേറെ ഒരു വാക്ക് പറയും, ജാരസന്തതി എന്നൊക്കെയാണ് അവർ പറയുക. ഏത് നമ്പറിലാണ് ചോദിക്കേണ്ടേ? ഞാൻ ഏത് നമ്പറിലാ ചോദിക്കേണ്ടേ ഈ ലേബർ ഇന്ത്യക്ക്? ഇപ്പൊ ഈ എന്നെ ബന്ധപ്പെട്ടത് എങ്ങനെയാ? ഹൗ യു ടച്ച് വിത്ത് മുബാറക് മാസ്റ്റർ? ടെലഗ്രാമില് mnotes വഴി. അതിൽ തന്നെ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ടെലഗ്രാമില് വാട്സപ്പിൽ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. അതാ കിട്ടണ്ടേ. ഓക്കെ വാട്സപ്പിൽ നമ്പർ തന്നാൽ മതി. ഈ വീഡിയോയിൽ ചുവട്ടില് നമ്പർ ഉണ്ട് കേട്ടോ, 4 നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ചോദിച്ചോളൂ. നോട്ട്സ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യും. ഓക്കെ. ഇനി ഒരാൾ തന്നെ ഏകപക്ഷീയമായിട്ട് വരുമ്പോ ചിലർക്ക് മടുപ്പുണ്ടാവും. ഇനി വേറെ ഒരാൾ ചോദിച്ചോളൂ. യെസ്. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ബിൻസി. ഞാൻ 2354 എൻറോൾ നമ്പറിന്റെ ഫസ്റ്റ് നമ്പർ 2354 ജൂലൈയിൽ അഡ്മിഷൻ. ജൂലൈ 23 സ്റ്റുഡന്റ്. ഞാൻ MSWയിലാണ് ചേർന്നിരിക്കുന്നത്. MSW. ഞാൻ ഒരു എന്തോ ഡീപോൾ അങ്കമാലിയാണ് സ്റ്റഡി സെന്റർ. അല്ല, എനിക്ക് CMS കോളേജ് കോട്ടയാണ് തന്നിരിക്കുന്നത്. CMS കോളേജ് കോട്ടയം. പറഞ്ഞോളൂ. ഞാൻ രാവിലെ ഒരു മെസ്സേജ് ഞാൻ ചോദിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ എന്റെ ഒരു കൈയുടെ ഒരു പ്രോബ്ലം കാരണം എനിക്ക് ശരിക്കും മാർച്ചിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതും ജൂലൈ എക്സാം വരുന്നതും. അതെനിക്ക് ഈ പ്രാവശ്യം എഴുതാണ്ട് നെക്സ്റ്റ് ടൈമിലേക്ക് എനിക്ക് അത് പോസ്റ്റ്പോണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിരുന്നു, ഒരു മെസ്സേജ് അയച്ചിരുന്നു. നമ്പർ പറഞ്ഞതുകൊണ്ട്, എൻറോൾമെന്റ് നമ്പർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത സെമസ്റ്ററിൽ ചെയ്തോളൂ. നമ്പർ പറയാതെ എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം തരില്ല. കാരണം ചിലപ്പോ ഏറ്റവും അവസാനമുള്ള ഒരാളായിരിക്കും, 6ാമത്തെ വർഷത്തിലായിരിക്കും, അല്ലെങ്കിൽ PGയിലെ 4ാമത്തെ വർഷത്തില് അടുത്ത സെമസ്റ്ററിൽ കിട്ടും മുബാറക് മാഷ് പറഞ്ഞേ രക്ഷപ്പെട്ടേ എന്നുള്ളത് വരും. അത് പാടില്ല. അപ്പൊ നമ്മളുടെ പീരിയഡ് മനസ്സിലാക്കി വെക്കണം. ജയിക്കുന്നത് വരെ എപ്പോ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ. ഞാനപ്പോൾ അസൈൻമെന്റ് ഇനിയിപ്പോ വയ്ക്കേണ്ടത് എപ്പോഴായിരിക്കും? അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ എന്നുള്ള പ്രോസസ് ഇപ്പോൾ അസൈൻമെന്റ് വെച്ചിട്ട് പരീക്ഷ പിന്നെ എഴുതാം. അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന അതിന് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അസൈൻമെന്റ് വച്ചിരിക്കണം. ഓക്കെ. ഈ അസൈൻമെന്റ് വച്ച് കഴിഞ്ഞിട്ടാണോ നമ്മൾ ഈ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ പ്രോസസ് നടത്തുന്നത്? അന്നേരമാണോ? അതിപ്പോ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി, റീ രജിസ്ട്രേഷൻ ചെയ്യാം. ഓക്കെ. അത് ഇപ്പോ ചെയ്താലും നമുക്ക് പിന്നെ എക്സാം ചെയ്യാവുന്നതാണ്. അസൈൻമെന്റ് ചെയ്യേണ്ട ആ മാസത്തിൽ ഈ 3 കാര്യവും ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ഒരു ദിവസം അങ്ങോട്ടോ ഒരു ദിവസം ഇങ്ങോട്ടോ ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ മാർച്ചില് അസൈൻമെന്റ് വയ്ക്കുവാണെങ്കിൽ തന്നെ അന്നേരം ജൂലൈയിൽ എക്സാം എഴുതണമെന്ന് നിർബന്ധമില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കോഴ്സ് പീരീഡ് കഴിയുന്നത് നോക്കണം. ഓക്കെ. ക്ലിയർ? എനിക്ക് അത്ര ക്ലിയർ ആയില്ല സാറേ. ഞാനിപ്പം ജൂലൈയിൽ എഴുതേണ്ട ആള് ഇപ്പൊ ഡിസംബറിൽ. ഓക്കെ. പരീക്ഷ പിന്നീട് വേണമെങ്കിൽ എഴുതിക്കോളൂ. ഓക്കെ സാർ. പക്ഷെ ഇത് തിരിച്ചാക്കരുത്. രജിസ്ട്രേഷൻ ഇപ്പൊ നടത്താം. രജിസ്ട്രേഷൻ ഇപ്പൊ തിരിച്ചാക്കരുത്. പരീക്ഷ ഇപ്പൊ എഴുതിക്കോളൂ, അസൈൻമെന്റ് പിന്നെ വെച്ചോളൂ എന്ന് മുബാറക് മാഷ് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അങ്ങനെ ഒരു റൂൾ ഇല്ല. റീ രജിസ്ട്രേഷൻ ഇപ്പൊ നടത്തുന്നതിന് പ്രശ്നമില്ല. ഇപ്പൊ ചെയ്തിരിക്കണം.
അക്കാര്യം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ ഗുണം എന്താണ് എന്നാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പോ ജാനുവരി 20 അല്ലെങ്കിൽ ജൂലൈ 23 സ്റ്റുഡന്റ് ജൂൺ 24 മുമ്പ് ഏപ്രിൽ 24 മെയ് 24 ജൂൺ 24 റീ രജിസ്റ്റർ ചെയ്യും.